ഈ പിണറായി മുഖ്യമന്ത്രിയാവുന്നിടത്തോളം കാലം സമ്മതിക്കില്ല എന്ന് പറയുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മന്ത്രിയെ പറഞ്ഞയച്ചു. അങ്ങനെ മന്ത്രി വാസവൻ പാലായിൽ വന്നിട്ട് ബിഷപ്പിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ചായ കുടിച്ച് പിരിഞ്ഞ് അദ്ദേഹത്തെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ പോയിക്കോ. അങ്ങനെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് ക്രൈസ്തവ വോട്ട് UDF നിന്ന് വിഭജിച്ച് വരട്ടെ LDFിലേക്ക്. RSSിലേക്കാണ് പോകുന്നത്, പക്ഷേ തൽക്കാലം LDFിലേക്ക്. പുറത്തിറങ്ങിയിട്ട് മാധ്യമപ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിട്ട് നമ്മൾ വിചാരിച്ചു അദ്ദേഹം പറയും കേരളത്തിന്റെ സൗഹൃദാന്തരീക്ഷം തകർക്കരുത് എന്ന് പറയുമെന്ന് വിചാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ പാലാ ബിഷപ്പ് മഹാനാണ്, പാലാ ബിഷപ്പ് മഹാനാണെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ അത്യന്തം അപകടകരമായ കേരളം നാളിതുവരെ നവോത്ഥാന മൂല്യങ്ങളിലൂടെ കാത്തു സൂക്ഷിച്ചിട്ടുള്ള ആ സാഹോദര്യത്തെക്കുറിച്ചുള്ള സൗഹാർദ്ദത്തെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടിന് വിരുദ്ധമായ ആ ബിഷപ്പ് നടത്തിയ വംശീയതയെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്, മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, നരേന്ദ്രമോദിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്തൊരു വ്യത്യാസം നമ്മൾ പ്രതീക്ഷിച്ചു, ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഒരുപാട് പറയുന്നില്ല, ഞാൻ വളരെ വേദനയോടുകൂടി പറയുന്നു, കേരളത്തിൽ സൗഹൃദാന്തരീക്ഷം RSSന് വേണ്ടി ഈ സൗഹൃദാന്തരീക്ഷം തകർക്കുന്നത് ഈ പിണറായി വിജയനും കൂട്ടാളികളുമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ മാർഗമല്ല, സഹോദരൻ അയ്യപ്പന്റെ മാർഗമല്ല, അയ്യങ്കാളിയുടെ മാർഗമല്ല, മമ്പറന്തങ്ങന്മാരുടെ മാർഗമല്ല, വക്കം മൗലവിയുടെയോ അതേപോലെ തന്നെ പണ്ഡിറ്റ് കറപ്പന്റെയോ മാർഗമല്ല. ഈ മാർഗം മോഹത് ഭഗവതിന്റെ മാർഗമാണ്, RSSന്റെ സംസ്കാരമാണ് എന്ന് വളരെ വേദനയോടുകൂടി മതേതര കേരളത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഞാൻ അങ്ങനെ കേരളത്തിൽ ഈ വെറുപ്പിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന്റെ ഒരു 100 ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. പക്ഷേ ഞങ്ങളുടെ സൗഹാർദ്ദത്തിന്റെ സാഹോദര്യത്തിന്റെ ക്യാമ്പയിൻ തീർച്ചയായിട്ടും അവിടെ ഫോക്കസ് ചെയ്യുന്നതല്ല. പക്ഷേ സാഹോദര്യത്തിന്റെ സന്ദേശത്തിന് RSS വിഘാതം നിൽക്കുമ്പോൾ മനസ്സിലാവും, മതേതര മുന്നണികൾ അതിന് വിഘാതം നിൽക്കുമ്പോൾ പ്രത്യാഘാതം കൂടുതലായതുകൊണ്ട് സാന്ദർഭികമായി മതേതര കേരളമേ, ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയെയും അതിന്റെ നേതാക്കളെയും CPM-നോടും നിങ്ങൾ വളരെ ഗൗരവത്തിൽ പറയണം, ഇത് അപകടമാണ്, അരുത് മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ പറയണം. ഈ ഒരു അഭ്യർത്ഥനയാണ് മതേതര കേരളത്തോട് എനിക്ക് നിർവഹിക്കാനുള്ളത്. ഞങ്ങളുടെ പ്രമാണങ്ങളിലും ഞങ്ങളുടെ രാഷ്ട്രീയ ഉള്ളടക്കങ്ങളിലുമുള്ള ഈ വിഭാഗങ്ങളൊക്കെയും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് അധികാരത്തിലെത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് RSS എന്ന് പറയുന്ന ഭീകര സംഘടന അവർ കണ്ടെത്തിയ ഒരു വഴിയാണ് മുസ്ലിങ്ങളും അല്ലാത്തവരും അങ്ങനെ ഒരു വിഭജനം ഉണ്ടാക്കുക, എന്നിട്ട് മുസ്ലിമിനെ കുറിച്ച് പേടിയുണ്ടാക്കുക, ഇസ്ലാമിനെ കുറിച്ച് പേടിയുണ്ടാക്കുക. അപ്പോൾ ഞങ്ങൾ തന്നെ പുറത്താക്കുന്ന ക്രൈസ്തവരെ കൂടെ കിട്ടും, ദലിതരെ കൂടെ കിട്ടും, ഈഴവരെ കൂടെ കിട്ടും. അങ്ങനെ പിന്നാക്ക വിഭാഗങ്ങളെയും പട്ടികജാതിക്കാരെയും മതന്യൂനപക്ഷങ്ങളെയും മുസ്ലിമിനെ ഭീകരവൽക്കരിച്ചുകൊണ്ട് കൂടെ നിർത്തിയിട്ടല്ലാതെ ഇന്ത്യ ഭരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ അങ്ങനെ മുസ്ലിങ്ങളും അല്ലാത്തവരുമെന്ന ഒരു എഞ്ചിനീയറിംഗ് വികസിപ്പിച്ചെടുത്തു. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് പക്ഷേ കേരളത്തിൽ വിലപ്പോയില്ല. എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ സാഹോദര്യത്തെ കുറിച്ച് പറയുകയാണ്. സാഹോദര്യ രാഷ്ട്രീയത്തിൽ സാഹോദര്യത്തോടുകൂടി വർത്തിക്കൽ മാത്രമല്ല, അതിനപ്പുറം സാഹോദര്യ ബോധത്തോടുകൂടി സാഹോദര്യത്തെ മുറിച്ചു കളയുന്ന വർഗീയ ഫാസിസത്തിനെതിരെ സാഹോദര്യ പ്രതിരോധം തീർക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വെൽഫെയർ പാർട്ടി യാത്ര കേരളീയ സമൂഹത്തിന്റെ മുൻപിൽ വയ്ക്കുന്ന ഏറ്റവും വലിയൊരു ആശയം സാഹോദര്യ രാഷ്ട്രീയത്തില് സാഹോദര്യത്തോടുകൂടി സഹവർത്തിക്കുക മാത്രമല്ല, അതൊരു സാഹോദര്യ പ്രതിരോധമായിട്ട് വളരണം.